പാർലമെന്റിന് പുറത്ത് നടന്ന പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധത്തിൽ ശ്രദ്ധേയമായി കേരളത്തിൽ നിന്നുള്ള എംപിമാർ. CPIM, CPI, കോൺഗ്രസ്, മുസ്ലിം ലീഗ് തുടങ്ങി ഇരുസഭകളിലെയും മുഴുവൻ എംപിമാരും പ്രതിഷേധത്തിന്റെ ഭാഗമായി. മാർഷൽമാരെ ഉപയോഗിച്ച് പ്രതിപക്ഷ എംപിമാരെ നേരിട്ട കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ ശ്രമിക്കുന്നില്ലെന്ന് എംപിമാർ ചൂണ്ടിക്കാട്ടി. രാവിലെ വിജയ് ചൌക്കിലേക്ക് പ്രതിപക്ഷ എംപിമാരുടെ സംഘമെത്തിയപ്പോൾ കേരളത്തിൽ നിന്നുള്ള എംപിമാരും ഉണ്ടായിരുന്നു. CPIM, CPI, കോൺഗ്രസ്, LJD, RSP തുടങ്ങി വിവിധ പാർട്ടികളിൽ നിന്നുള്ള എംപിമാരാണ് സംഘത്തിലുണ്ടായിരുന്നത്. വർഷകാല സമ്മേളന കാലയളവിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ കേന്ദ്ര സർക്കാർ ഒളിച്ചോടുകയാണ് ചെയ്തതെന്ന് CPIM രാജ്യസഭാ കക്ഷി നേതാവ് എളമരം കരീം പറഞ്ഞു. പാർലമെന്റിൽ പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അവസരം നൽകിയില്ലെന്ന് മാത്രമല്ല, പാർലമെന്റിൽ നടക്കുന്നത് ജനങ്ങൾ അറിയരുതെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർലമെന്റിൽ ഞങ്ങൾ ഉയർത്തുന്ന ശബ്ദം രാജ്യസഭ TV ടെലികാസ്റ്റ് ചെയ്യുന്നില്ല. പാർലമെന്റിൽ എന്ത് നടന്നു എന്ന് ജനങ്ങളെ അറിയിക്കാൻ ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ വന്ന് പത്രക്കാരെ കണ്ടത്. ഇന്നലെ മാർഷൽമാരുടെ വേഷമിട്ടെത്തിയത് RSS ഗുണ്ടകളാണ് എന്ന് ഞങ്ങൾ ബലമായി കരുതുന്നു. അത്രയും അപമര്യാദയായി സ്ത്രീ എംപിമാരോട് പോലും അവർ പെരുമാറി. പാർലമെന്റിൽ നിശബ്ദമാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചാൽ ജനങ്ങളിലേക്ക് ഇറങ്ങുമെന്ന് ശശി തരൂർ MP പറഞ്ഞു. വിഷയങ്ങളിൽ നീതി ലഭ്യമാക്കാൻ കോടതിയെ പ്രതിപക്ഷ പാർട്ടികൾ സമീപിക്കുമെന്നും തരൂർ വ്യക്തമാക്കി. അല്ല, ഇത് ഞങ്ങൾ കൂടിയിരിക്കുന്നത് വെറൊരു സന്ദേശം കൊടുക്കാനാണ്. നമ്മളുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് കൂടിയിട്ട് ഇവിടെ മാർച്ച് ചെയ്തിട്ട് കാണിക്കുകയാണ്. പാർലമെന്റിനകത്ത് ചർച്ച നടക്കാൻ സാധിച്ചില്ല. ഈ സർക്കാർ ചർച്ച ചെയ്യാൻ തയ്യാറല്ല. അവർക്ക് വെറും അവരുടെ ബില്ലുകൾ ഇഷ്ടപ്രകാരം പോലെ ദോശ ചുടുന്ന പോലെ ചർച്ചയില്ലാണ്ട് 5-6 മിനിറ്റിൽ പാസ്സാക്കണത് അതല്ല ജനാധിപത്യം, അതല്ല പാർലമെന്ററി ഡെമോക്രസി. പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം രാജ്യത്തിന് വലിയ സന്ദേശമാണ് നൽകുന്നതെന്ന് ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. ഇന്ത്യയിലെ പ്രതിഷേധത്തിന്റെ സ്വരം അവതരിപ്പിക്കേണ്ട ഇന്ത്യൻ പാർലമെന്റ് സഭയിൽ ജനപ്രതിനിധികൾ കയ്യേറ്റത്തിന് വിധേയമാകുന്നുവെന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. രാജ്യം ഒരുമിച്ച് ഈ പ്രവണത എതിർക്കേണ്ടതാണ്. പ്രതിപക്ഷ യൂണിറ്റി ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഈ കാര്യത്തിൽ പാർലമെന്റ് സെഷൻ അവസാനിച്ചതോടുകൂടി തന്നെ രാജ്യവ്യാപകമായ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യങ്ങളും ഈ പ്രതിപക്ഷ പാർട്ടികളുടെ പൊതുവേദി കൂടിയിരുന്നാലോചിച്ച് ശക്തിപ്പെടും. മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ സഭയുടെ വർഷകാല സമ്മേളനം നടത്തിയ കേന്ദ്ര സർക്കാരിനെ എംപിമാർ നിശിതമായി വിമർശിച്ചു. സഭയ്ക്കകത്ത് നടന്നത് ജനങ്ങൾ അറിയരുതെന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇത് ജനങ്ങൾക്ക് മുൻപിൽ തുറന്നുകാട്ടുമെന്നും എംപിമാർ വ്യക്തമാക്കി.